ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സരസ്വത്യൈ നമഃ. പീതാംബരങ്കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 41. പൂതനാദേഹദാഹവും ശ്രീകൃഷ്ണലീലാഹ്ലാദവും. വ്രജേശ്വരശൗരിവജോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേത നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ കഞ്ചിൽപദാർത്ഥം ശരണം ഗതസ്ത്വാം. ശൗരീവചസ്സുകൾ കേട്ടു ഭയന്ന നന്ദഗോപൻ പരിഭ്രാന്തനായി. സ്വഭവനത്തിനരികിലെത്തിയപ്പോൾ അവിടെ വൃക്ഷസമൂഹത്തെ പൊടിപൊടിയാക്കിക്കൊണ്ട് അജ്ഞാതമായ ഭീകരവസ്തു വീണുകിടക്കുന്നത് കാണുകയും ദുഃഖനിവർത്തിക്കായി ഹേ ഭഗവാനെ, അങ്ങയെ തന്നെ ശരണം പ്രാപിക്കുകയും ചെയ്തു. നിശമ്യ ഗോപീവചനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്താ ത്വൽപാദിതം ഘോരപിശാചദേഹം ദേഹുർവിദൂരേത ഗുഢാരകൃത്തം. ഗോപികമാരിൽ നിന്ന് ഈ വാർത്തയറിഞ്ഞ നന്ദഗോപരും മറ്റു ഗോപഗണങ്ങളും ഭയവിസ്മയങ്ങൾക്കു വിധേയരായിത്തീർന്നു. അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ട അവളുടെ രാക്ഷസ ശരീരത്തെ അവരെല്ലാം കൂടി കോടാലി കൊണ്ട് ഖണ്ഡങ്ങളാക്കി മുറിക്കുകയും വളരെ അകലെ കൊണ്ടുപോയി ദഹിപ്പിക്കുകയും ചെയ്തു. ത്വൽപീതഭൂതസ്തന തച്ചരീരാൽ സമുച്ചലുന്നച്ചതരോഹി ധൂമ ശങ്കാമദാദാഗരവക്കിമേഷ കിങ്ചാന്തനോ ഗൗൽഗുലവോധവേദീ. അങ്ങ് പാനം ചെയ്യുകയാൽ പരിശുദ്ധമായി തീർന്ന മുലകളോടുകൂടിയ അവളുടെ ശരീരത്തിൽ നിന്ന് സംസ്കാരവേളയിൽ സുഗന്ധം പ്രസരിച്ചു. ചന്ദനം, അഖിൽ, ഗുൽഗുലു എന്നിവയേക്കാളും ആനന്ദകരമായ ആ സുഗന്ധം അവയിൽ എന്തിൻ്റേതാണെന്ന് വ്യവച്ഛേദിച്ചു കാണാൻ കഴിയാത്ത വിധത്തിലുള്ളതായിരുന്നു. മതംഗസംഗസ്യ ഫലം ന ധൂരേ ക്ഷണേന താവൽ ഭവതാമഭിസ്യാൽ ഇത്യുല്ലവൻ വല്ലവതല്ലജേഭ്യാസ്ത്വം ഭൂതനാമാതുനുദാ സുഗന്ധിം. എൻ്റെ ശരീരസ്പർശനം കൊണ്ട് നിങ്ങൾക്കും കാലതാമസം കൂടാതെ പാപമുക്തിയും മോക്ഷസിദ്ധിയും ലഭിക്കുമെന്ന ബുദ്ധിമാന്മാരായ ഗോപന്മാരെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങ് പൂതനയുടെ ആത്മാവിനെയും ശരീരത്തെയും സുഗന്ധമുള്ളതാക്കിയത്. ചിത്രം പിശാച്യാനഹത കുമാരശ്ചിത്രം പുരൈവാഗതി ശൗരിണേദം ഇതി പ്രശംസൻ കില ഗോപലോകോ ഭവന്മുഖാലോകരസേന മാങ്ക്ഷീത്. രാക്ഷസിയായ ഭൂതനയ്ക്കു പോലും കുമാരനെ ഹനിക്കാൻ കഴിയാഞ്ഞത് ആശ്ചര്യകരം തന്നെ. വസുദേവൻ ഈ ആപത്തുകളെ പണ്ടു തന്നെ മനസ്സിലാക്കിയതാണല്ലോ എന്നിങ്ങനെ പ്രശംസിക്കുന്ന ഗോപന്മാർ അങ്ങയുടെ മുഖദർശനം കൊണ്ടുണ്ടായ ആനന്ദത്തിൽ നിമഗ്നരായി. ദിനേ ദിനേധ പ്രതിവൃദ്ധലക്ഷ്മീ രക്ഷീണമാംഗല്യശതോ വ്രജോയം ഭവൻ നിവാസാദൈ വാസുദേവ പ്രമോദസാന്ദ്ര പരിതോ വിരേജേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പ്രതിദിനം ഐശ്വര്യസമൃദ്ധമായ അമ്പാടിയിലെ സകല വസ്തുക്കളും മംഗളകരങ്ങളായി പ്രശോഭിച്ചു. ഗൃഹേഷു തേ കോമളരൂപഹാസമിധ കഥാ സങ്കുലിതാകമന്യ വൃത്തേഷു കൃത്തേഷു ഭവൻ നിരീക്ഷ്യാ സമാഗതാ പ്രത്യഹമത്യനന്ദൻ. മനോഹരികളായ ഗോപികമാർ ഗൃഹകൃത്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അങ്ങയുടെ കോമളരൂപത്തെയും മന്ദഹാസത്തെയും കുറിച്ച് പരസ്പരം
സംസാരിക്കുകയും തങ്ങളുടെ കൃത്യങ്ങൾ കഴിഞ്ഞാലുടൻ അങ്ങയെ വന്നു കാണുകയും ചെയ്തിരുന്നു. അഹോ കുമാരോ മയി ദത്തദൃഷ്ടി സ്മിതം ഹൃദം മാം പ്രതിവത്സകേന യേഹേഹി മാമിത്യുപസാര്യപാണി ത്വയീശ കിം ന ഹൃദം വധൂഭി. കുമാരൻ്റെ ദൃഷ്ടികൾ എന്നിലാണ് പതിഞ്ഞിരിക്കുന്നത്, എന്നെ നോക്കി ചിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞ് ഗോപികമാർ കൈകൾ നീട്ടി അങ്ങയെ എടുക്കുകയും ചുംബനാലിംഗനാദി ലീലകൾ ചെയ്യുകയും ചെയ്തത് അവരുടെ ഭാഗ്യം മൂലമാണ്. ഭവത് വപുസ്പർശന കൗതുകേന കരാൽക്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്ര സരോജമാലാവ്യാലംബിലോലംബതുലാമലാസി. അങ്ങയുടെ സ്പർശനത്തിലുള്ള കൗതുകം മൂലം ഗോപസ്ത്രീകളുടെ കരങ്ങളാൽ മാറി മാറി എടുക്കപ്പെട്ട അങ്ങ് ചെന്താമരപ്പൂക്കളിൽ മാറി മാറി ചെന്ന് പറ്റുന്ന വണ്ടുപോലെ പ്രശോഭിച്ചു. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സാ താദൃശ പാഹി ഹരേ ഗദാത്മാം. അങ്ങയെ മടിയിലിരുത്തി മുല കുടിപ്പിക്കുമ്പോൾ സന്തോഷപാരവശ്യം മൂലം അങ്ങയുടെ മുഖത്തുറ്റുനോക്കി പുഞ്ചിരി തൂകുന്ന യശോദ എന്തോരവസ്ഥയാണ് പ്രാപിക്കാത്തത്. ഹേ ഭഗവൻ, അങ്ങ് എന്നെ രോഗപീഠകളിൽ നിന്നും മുക്തനാക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.